പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തു. ഇത് 12ാമത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ചിലരുടെ എല്ലാം ചില പ്രശ്നങ്ങളുണ്ട്, അവർക്കെല്ലാം ഞാൻ അതിനുള്ള ടിപ്പുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക. ഇനിയും നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. 12ാമത്തെ വീഡിയോ എത്തിയിട്ടേ ഉള്ളൂ, ഇനിയുമുണ്ട്. അപ്പോൾ മറക്കരുത്, ഇതിൻ്റെ സ്കെച്ച് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. കൂടാതെ സ്റ്റാറ്റസ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലിടുക. ഇവിടെ ചെറിയൊരു ചിത്രമാണ്, ഉപയോഗിച്ച് വരയ്ക്കുന്ന ഒരു ചിത്രമാണ്. അത് ഞാൻ സാപ്പ് ഗ്രീൻ ഉപയോഗിച്ചാണ് ചെയ്തു തുടങ്ങിയത്. കുറച്ച് പെർമനൻറ്റ് ഗ്രീനും ലെമണല്ലോയും അത് മിക്സ് ചെയ്യാം. കള്ളിച്ചെടിയാണ്, നമ്മളുടെ വീട്ടിലെല്ലാം ചട്ടിയിൽ വളർത്തുന്ന കള്ളിച്ചെടികളില്ലേ, അതിൻ്റെ മുകളിൽ പൂവെല്ലാം ഉണ്ടാകുന്നത്, അതുപോലുള്ളൊരു കള്ളിച്ചെടിയാണ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പോലും ചെയ്യാം. വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്കെച്ച് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. മുകളിൽ ലൈറ്റ് നിറങ്ങളും താഴേക്ക് എത്തിയപ്പോൾ അതിൽ സാപ്പ് ഗ്രീൻ അല്പം ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്ക് ഗ്രീൻ നിറവും ഉപയോഗിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ചെറിയ മുളകൾ പുറത്തേക്ക് നീണ്ടു വരുന്നതിനെല്ലാം ഇതുപോലെ തന്നെ ലൈറ്റ് നിറങ്ങൾ ഉപയോഗിച്ചു. പിന്നെ ഡാർക്ക് നിറത്തിലേക്ക് അതിനെ മാറ്റി വരയ്ക്കുന്നു. താഴെ ഒരു ചട്ടിയും കൂടിയുണ്ട്. ഇത്രയും വേണ്ട ഒരു ചിത്രം. പക്ഷേ തുടക്കക്കാർക്ക് ആ ഒരു കളർ കോമ്പിനേഷനും പിന്നെ അതിൻ്റെ മുകളിലുള്ള മുള്ളു വരയ്ക്കുന്ന രീതിയും അതിൻ്റെ ആ ഒരു പരുക്കൻ സ്വഭാവവും എല്ലാം വരച്ചെടുക്കാൻ ഈ ഒരു ചിത്രം ഉപകരിക്കും. തീർച്ചയായും ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്തവരുടെ ചിത്രങ്ങളെല്ലാം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത ചിത്രങ്ങളാണ് നമ്മൾ എക്സിബിഷൻ നടത്തുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചിത്രം എക്സിബിറ്റ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് സമയമെടുത്ത് സാവധാനം ചെയ്യുക. നിങ്ങൾക്ക് ഓരോ വീഡിയോയ്ക്കും ഇടയിൽ ഒരു ദിവസത്തെ സമയമുണ്ട്. ആ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഐവറി പേപ്പറോ ചാർട്ട് പേപ്പറോ ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ കട്ടിയുള്ള പേപ്പറുകളാണ് നല്ലത്. സാധാരണ A4 പേപ്പറിൽ ചെയ്യരുത്. ഔട്ട്ലൈൻ ഇടുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് ആദ്യം ഔട്ട്ലൈൻ ഇടുന്ന ചിത്രങ്ങളാണെങ്കിൽ അത് വാട്ടർ പ്രൂഫായ പെന്നുകൊണ്ട്, ജെൽ പെന്നുകൊണ്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അല്ല, അവസാനമാണ് നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ സാധാരണ പെന്നുകൊണ്ടും നമുക്കതിന് ഔട്ട്ലൈൻ ഇടാം. പലരും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇവിടെ കണ്ടോ, കുറച്ച് ഭാഗങ്ങളെല്ലാം ഞാനത് പരത്തി ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് കുറച്ച് സ്പ്രേ കൂടി ചെയ്തു. ഇനി അടുത്ത ലെയർ നമ്മളതിൻ്റെ ഡീറ്റെയിൽ കൂടി ചെയ്യും. ഇവിടെ ചെയ്യുന്ന ലൈറ്റ് ലെമണല്ലോയും പിന്നെ സാപ്പ് ഗ്രീനും എല്ലാമാണ്. ഇനി ചട്ടിയുടെ ഭാഗം വരയ്ക്കുകയാണ്. അതിന് യെല്ലോ ഓക്കറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് യെല്ലോ ഓക്കർ കട്ടിയിലെടുത്തു. നമ്മൾ ഒരു കളറല്ല ഉപയോഗിക്കുക, അതിന് മുകളിൽ മറ്റു കളറും അതിൻ്റെ കൂടെ തന്നെ ഗ്രേഡിയൻറ്റിന് വേണ്ടി നമ്മൾ മിക്സ് ചെയ്യുന്നതാണ്. ഇവിടെ ആദ്യം വരച്ച ആ ഭാഗം നന്നായി ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ വക്ക് തൊടാതെ വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആ പച്ച ചട്ടിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വരും. ഇവിടെ കണ്ടു, ചട്ടിയുടെ ഭാഗത്തും ആ കുറച്ച് പച്ചഞ്ഞ് ചേർത്തു. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് മറ്റു കളർ ചേർത്ത് അതിനെ ഒരു ഷാഡോ ആക്കി മാറ്റണം. കുറച്ച് ഓറഞ്ചെല്ലാം ചേർത്ത് അതിനെ ഒന്ന് പരത്തിയെടുത്തു. ഇപ്പോൾ ചട്ടിയുടെ മുകളിൽ പിടിച്ച പച്ച നിറമാണെന്ന് തോന്നുന്ന രീതിയിൽ അതിനെ മാറ്റുകയാണ് ചെയ്തത്. വീണ്ടും യെല്ലോ ഓക്കർ കൊണ്ട് അതിൻ്റെ ഷേപ്പ് ഒരൊറ്റ കളർ കൊണ്ടല്ല, 2-3 നിറങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തത്. ഒരൊറ്റ കളർ കൊണ്ടല്ല, 2-3 നിറങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തത്. ഈ ലെയർ ഉണങ്ങിയതിന് ശേഷം വേണം നമുക്കിനി ഡീറ്റെയിൽ ചെയ്യാൻ. പക്ഷേ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചില ഡീറ്റെയിലുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതെല്ലാം ആ മുൾച്ചെടിയുടെ പരുക്കൻ സ്വഭാവം കാണിക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയറിലേക്ക് കിടക്കണം. ഈ ലെയർ നന്നായി ഉണങ്ങിയതിന് ശേഷം വരയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റായ പ്രതലം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. കുറച്ച് ഓറഞ്ച് എടുത്തു, അതിൻ്റെ മുകളിലുള്ള പൂക്കൾ വരയ്ക്കാനാണ്. കുറച്ച് സ്കാർലറ്റ് റെഡ് മിക്സ് ചെയ്ത് ഒന്ന് റെഡിൻ്റെ ടോണിലേക്ക് മാറ്റിയെടുത്ത് അതിൻ്റെ മുകളിലുള്ള ആ പൂവിനെ വരയ്ക്കുകയാണ്. ജസ്റ്റ് ബ്രഷ് കൊണ്ട് 2 സ്ട്രോക്കുകൾ ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ ചാനലിനെ മുമ്പോട്ട് നയിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സ്റ്റാറ്റസ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസിലിടുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താഴെയുള്ള 2 കൊമ്പുകൾക്ക് മുകളിൽ വലിയ പൂവാണ് വരച്ചത്, മുകളിലുള്ളതിന് ചെറുതും വരച്ചു ചേർത്തു. എന്നാൽ മെയിൻ കൊമ്പിൻ്റെ മുകളിൽ ഒന്നും വരച്ചിട്ടില്ല. ഇനി ഡാർക്ക് നിറം വേണം. അതിൻ്റെ ഗ്രീനും ബ്ലൂ മിക്സ് ചെയ്ത് ഡാർക്ക് നിറം എടുത്താണ് റിഗർ ബ്രഷ് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ഉരുണ്ട ഭാഗം കാണിക്കാൻ അതിനൊരു പ്രത്യേക രീതിയിൽ വേണം നമ്മൾ ലൈനുകൾ ഇടാൻ. മുഴുവനായ ഒരു ലൈനുകൾ ഇടുകയല്ല, ചില ഭാഗം വിട്ട് ചെയ്യുകയാണ്. അതിനുശേഷം മുള്ളുകളെയും നമ്മൾ വരയ്ക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയി ഒന്നല്ല ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാതെ ചെയ്യാം. കുറച്ച് ലൈനുകൾ ഇട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ
ഭാഗത്തും അതുപോലെ ചെയ്യണം. ലൈനുകൾ വരയ്ക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് എങ്ങനെയാണ് വരച്ചിരിക്കുന്ന ആ രീതിയിൽ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് ഉരുണ്ടതായി തോന്നില്ല, പരന്നതായി തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ലൈനുകൾ ഇടുക. ഒന്നുകൂടി ഡാർക്കായി എടുത്ത് കുറച്ചുകൂടി ഡാർക്ക് നിറങ്ങളെല്ലാം ചേർത്ത് ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ ആദ്യത്തെ ലെയറിൽ പരത്തി വരച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊന്നും ഒരു തെറ്റായി കാണണ്ട. അതുപോലെ പരത്താൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തത്, അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല പേപ്പറാണെങ്കിൽ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക. ഇവിടെ പ്രധാന ആ ഭാഗത്തും നടുവിലുള്ള ആ ഭാഗത്തും ഇതുപോലെ ഷേഡുകൾ വരയ്ക്കുന്നു. നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ ഇത് കഴിഞ്ഞതിന് ശേഷം ഔട്ട്ലൈൻ ഇടാം. ഇല്ലാതെയും നമുക്കിത് ഉപയോഗിക്കാം. പുറത്തേക്ക് മുള്ളുകളെല്ലാം വരച്ചെടുക്കുന്നത് റിഗർ ബ്രഷ് കൊണ്ടാണ്. സാബ് ഗ്രീനും പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത ഡാർക്ക് നിറം കൊണ്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗങ്ങളിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതേ രീതിയിൽ തന്നെയാണ് മറ്റു ഭാഗങ്ങൾ ചെയ്യേണ്ടത്. ഗ്രീനും റെഡും യെല്ലോയും ആണ് പ്രധാനപ്പെട്ട 3 നിറങ്ങൾ. അതിൽ ചില മിക്സുകൾ ചേർത്ത് ഡാർക്ക് ആക്കുകയും ലൈറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. ഇനി ചട്ടിയുടെ ഭാഗം വരയ്ക്കുകയാണ്. അതിന് ബേൺസിനെയും കുറച്ച് ബ്ലൂവും എല്ലാം ചേർത്ത ഗ്രീനും എല്ലാം ചേർത്ത ഒരു കളർ ഉണ്ടാക്കി ഷാഡോ നിറത്തിന് വേണ്ടി അല്പം ബ്ലൂ ചേർത്ത് അതിനോട് പരത്തിയെടുത്തു. ഈ ചട്ടിയുടെ വെളിച്ചം വീഴുന്ന ഭാഗവും പരിക്കൻ പ്രതലവും എല്ലാം നമുക്ക് വരച്ചെടുക്കണം. then നമുക്ക് അതേ ബ്രൗൺ നിറം തന്നെ ഉപയോഗിക്കാം. അല്പം ഗ്രീൻ എല്ലാം മിക്സ് ചെയ്തൊരു ബ്രൗൺ നിറമാണ്. വെള്ളം കൂട്ടുന്ന രീതിയിൽ നിങ്ങൾ നല്ല ശ്രദ്ധ കൊടുക്കണം. വാട്ടർ കളറിൽ വെള്ളത്തിൻ്റെ അളവാണ് അതിൻ്റെ ചന്തം കൂട്ടുന്നതും കുറയ്ക്കുന്നതും. അപ്പോൾ ഡ്രൈ ആയ രീതിയിലല്ല പലപ്പോഴും വരയ്ക്കേണ്ടത്. ഒഴുകി വരുന്ന രീതിയിൽ വെള്ളം ചേർത്ത് വരയ്ക്കണം. ആദ്യത്തെ ലെയറിൽ വെള്ളവും കളറും ഏകദേശം ഒരേ അളവിലാണ് ചേർക്കേണ്ടത്. എന്നാൽ ലൈറ്റായി ചെയ്യേണ്ട ഭാഗങ്ങൾ ലൈറ്റായി തന്നെ ചെയ്യണം, ഹൈലൈറ്റ് വിട്ട് ചെയ്യണം എന്നാണ് ഫസ്റ്റ് ലെയറിൻ്റെ പ്രത്യേകത. ഇവിടെ സെൻറ്ററിൽ ഒരു ക്രോസ് ലൈനുകൾ വരച്ച് അതിൻ്റെ ഉള്ളിലും ഡീറ്റെയിലുകൾ ചേർത്തു. ഒരു സൈഡിലേക്ക് കുറച്ച് ഡാർക്ക് നിറങ്ങൾ ചേർത്ത് അതിനെ ഉരുണ്ടതാക്കാനുള്ള ഒരു ശ്രമമാണ്. ഇരുഭാഗത്തും അതുപോലെ ഷാഡോ കൊണ്ടുവന്നു. താഴെ കുറച്ച് ഗ്രീനും എല്ലാം ചേർത്ത് താഴെയുള്ള ഒരു ഭാഗവും വരച്ചു. നമ്മൾ പെന്നുകൊണ്ട് ഇതിനെ ഔട്ട്ലൈൻ ഇടുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് വേണമെങ്കിൽ ആദ്യവും പെന്നുകൊണ്ട് വരയ്ക്കാം, അല്ല പെയിൻറ്റ് ചെയ്ത ശേഷവും പെന്നുകൊണ്ട് വരയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആദ്യമാണ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ പ്രൂഫ് പെന്നായിരിക്കണം എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യെല്ലോ കൊണ്ട് കുറച്ച് പുറത്തേക്ക് വരയ്ക്കുന്നു. കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിനെ പരത്തിയെടുക്കുന്നത്. ഇനി കുറച്ച് ബ്ലൂവും ക്രിംസൺ റെഡും മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നത് കാണാം. അതിൻ്റെ ഒരു ഷാഡോ കൂടി വരയ്ക്കുകയാണ്. അത് ഇരിക്കുന്ന പ്രതലത്തിലുള്ള ഒരു നിഴൽ കൂടി വരയ്ക്കുകയാണ്. അതിൽ കുറച്ച് യെല്ലോ കൂടി ചേർത്ത് ഒരു മണ്ണ് നിറമാക്കി എടുക്കുന്നു. കുറച്ച് ഡാർക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ വയലറ്റ് ഉണ്ടാക്കിയത്. അതിൽ കുറച്ച് മഞ്ഞ നിറം കൂടി ചേർക്കുമ്പോൾ നിലത്തുള്ള ഒരു ഷാഡോ കൊണ്ടുവരാൻ കഴിയും. ഈ ലെയർ ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ. കുറച്ച് കളറുകളെല്ലാം അവിടെ ഞാൻ സ്പ്രേ ചെയ്യുന്നത് കാണാം. ആദ്യം ചെയ്തിരുന്ന പോലെയല്ല, ബ്രഷിൻ്റെ മുകളിൽ അടുത്ത പെയിൻ്റുള്ള ബ്രഷ് എടുത്ത് കൊട്ടിയാണ് ചെയ്യുന്നത്. ഇവിടെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഔട്ട്ലൈൻ വരയ്ക്ക് വേണ്ടി കഴിഞ്ഞാൽ നമ്മളുടെ ചിത്രം കഴിയും. ഔട്ട്ലൈൻ മുഴുവൻ ഭാഗത്ത് ഞാൻ വരയ്ക്കുന്നില്ല, ചില ഭാഗങ്ങൾ വരയ്ക്കുന്നു, ചില ഭാഗങ്ങളിൽ മുള്ളുകളെയും വരച്ച് ചേർക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്ത വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സ്റ്റാറ്റസ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. സ്കെച്ച് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നോക്കി നന്നായി വരച്ചതിന് ശേഷം നന്നായി ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് ചേർക്കാനും മറക്കരുത്. പറ്റുമെങ്കിൽ പകൽ സമയത്ത് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. രാത്രിയാകുമ്പോൾ അത് മങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പകൽ സമയത്ത് തന്നെ ഫോട്ടോ എടുത്ത് ക്ലിയർ ആക്കി അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ജഗദീഷ് നാരായണൻ സൈനിങ് ഔട്ട്.